Hello, good morning. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Morning. Yes. വായിച്ചു നോക്കിയോ നമ്മളെടുത്ത ഭാഗങ്ങളൊക്കെ? ഇൻഷുറൻസിന്റെ മെഡിക്കൽ ഇൻഷുറൻസ് ചാപ്റ്ററിന്റെ ലാസ്റ്റ് ഭാഗത്താണ് നമ്മൾ നിൽക്കണേ. കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു ക്ലെയിം എങ്ങനെയാ പ്രോസസ് ചെയ്യണേ അതിന്റെ സ്റ്റേജസ് ആണ് പറഞ്ഞു നിർത്തിയത്. അതിന്റെ സ്റ്റേജസ് പറഞ്ഞു അല്ലെ? നമ്മളൊരു ക്ലെയിം വെക്കുമ്പോൾ ഒരു ഇൻഷുറൻസ് എടുത്തിരിക്കുന്ന ഒരാള് ഇൻഷുറൻസിന്റെ ക്ലെയിമിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റൽസിൽ അഡ്മിറ്റ് ആകുകയോ അല്ലെങ്കിൽ ഹോസ്പിറ്റൽസിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ട്രീറ്റ്മെന്റുകൾക്കൊക്കെ വേണ്ടി ആക്സിഡന്റ് ആയിക്കോട്ടെ മറ്റേതെങ്കിലും ഡിസീസസ് ആയിക്കോട്ടെ അപ്പൊ അതിനൊക്കെ വേണ്ടി ഹോസ്പിറ്റലൈസ്ഡ് ആകുമ്പോൾ അതിന്റെ ക്ലെയിം നമ്മൾ റിക്വസ്റ്റ് ചെയ്യും അല്ലെ ആരോട്? ഇൻഷുറൻസ് കമ്പനിയോട്. അപ്പൊ ആ ഒരു ക്ലെയിമിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെയാ ചെയ്യേണ്ടേ എന്നുള്ളത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കുറച്ച് സ്റ്റേജസ് നമ്മൾ എന്ത് ചെയ്തു കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ പറഞ്ഞു. അതായത് ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ഇൻഫോം about that unfortunate event to the insurance company. ഇൻഷുറൻസ് കമ്പനി അതായത് ഇൻഷുറൻസ് പ്രൊവൈഡറോട് നമുക്ക് ഉണ്ടായ ആ ഒരു അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള ഇവന്റ് നമ്മൾ അവരെ അറിയിക്കുന്നു. ആ അറിയിക്കലിനെയാണ് നമ്മൾ ക്ലെയിം പ്രോസസ് ചെയ്യുക എന്നുള്ളത് പറയുന്നത്. മനസ്സിലായ? പ്രോസസിങ് എ ക്ലെയിം എന്നാണ് അതിന്റെ അർത്ഥം. അല്ലെങ്കിൽ റേസിംഗ് എ ക്ലെയിം. നമ്മളൊരു ക്ലെയിമിന് വേണ്ടിയിട്ട് നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്നു. അല്ലാതെ പിന്നെ നമ്മൾ എന്ത് കാര്യത്തിന് ഇൻഷുറൻസ് കമ്പനി നമുക്ക് വയ്യാന്ന് പറഞ്ഞ് അറിയിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ നമുക്ക് ആ ക്ലെയിമിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കാര്യം ഇൻഫോം ചെയ്യുന്നത്. അപ്പോ അങ്ങനെ ഒരു ഇൻഫോർമേഷൻ ഈസ് പ്രൊവൈഡ് എങ്ങനെയാ? ബൈ ഫയലിംഗ് എ ക്ലെയിം ഈസ് ഡൺ ബൈ ഫില്ലിംഗ് എ ഫോം. ഒരു ഫോം ഫിൽ ചെയ്തിട്ടാണ് നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ക്ലെയിം ഫയൽ ചെയ്യുന്നത്. അങ്ങനെ അത് ഫോം ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വി ക്യാൻ ഐദർ യൂസ് ദ വെബ്സൈറ്റ് ഓഫ് ഇൻഷുററിന്റെ വെബ്സൈറ്റ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ബൈ എന്താ പറയാ പേഴ്സണൽ വി ക്യാൻ വിസിറ്റ് ദ ബ്രാഞ്ച് ഓഫീസ്. അതായത് ഇൻഷുറൻസ് കമ്പനിയുടെ ബ്രാഞ്ച് ഓഫീസിൽ നമുക്ക് പേഴ്സണൽ ആയിട്ട് പോയി വിസിറ്റ് ചെയ്യും. അവിടെ ചെന്നിട്ട് ഫോം വാങ്ങിച്ച് ഫില്ല് ചെയ്തു കൊടുക്കാം. ഇതിൽ ഏതെങ്കിലും ഒരു രീതിയിൽ ഇന്നൊക്കെ എല്ലാം ഓൺലൈൻ സർവീസസും ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് മാത്രമല്ല അത് പോകുന്നതിന്റെ വരുന്നതിന്റെ ഒക്കെ കുറെ ടൈമും കുറെ എന്താ പറയാ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ നമുക്ക് കുറയ്ക്കാനായിട്ട് ഈ ഒരു വെബ്സൈറ്റ് ത്രൂ ഒക്കെ നമുക്ക് ഇത്തരം ഫോംസ് ഒക്കെ ഫില്ല് ചെയ്ത് ഫയൽ ചെയ്യാവുന്നതാണ്. അപ്പൊ നമ്മളത് ഫയൽ ചെയ്യുന്നു. അല്ലാണ്ട് ഓർലി ഫോൺ ചെയ്ത് പറഞ്ഞ് ഇന്ന് വയ്യാണ്ട് ഹോസ്പിറ്റലൈസ്ഡ് ആണ് അതുകൊണ്ട് ക്ലെയിം തരണമെന്ന് മാത്രം പറഞ്ഞാൽ പോരാ. അപ്പൊ അതിനൊരു എന്താ പറയാ ഡോക്യുമെന്റ് വേണം, അല്ലെങ്കിൽ റിട്ടേൺ പ്രൂഫ് വേണം. അതാണ് നമ്മൾ ഈ ഫയലായിട്ട് സബ്മിറ്റ് ചെയ്യുന്നത് ക്ലെയിം ആയിട്ട്. And also we have to support the documents. നമുക്ക് ഒരു എവിഡൻസ് പോലെ ഇതിന്റെ കൂടെ ചേർക്കേണ്ട ഡോക്യുമെന്റുകൾ അത് എന്ത് ചെയ്യണം? അതിന്റെ കൂടെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അയക്കണം. ടു മേക്ക് ദ ഓതന്റിസിറ്റി ഓഫ് ദ ക്ലെയിം. നമ്മുടെ ആ ക്ലെയിമിന്റെ ആ ഒരു കൃത്യത അല്ലെങ്കിൽ അതിന്റെ ആ ഒരു എന്താ പറയാ ഓതന്റിസിറ്റി, അതിന്റെ ആ ഒരു ഇതൊക്കെ വിശ്വാസത്തെയൊക്കെ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് അതിന്റെ ഒപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഡോക്യുമെന്റുകൾ നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നത്. അത് ചെയ്യുന്നു. അപ്പൊ എന്ത് ചെയ്യും? ഇൻഷുറൻസ് പ്രൊവൈഡർ ദേ ഹാവ് ടു ഇവാലുവേറ്റ് ദ ക്ലെയിം. ഈ ക്ലെയിം എടുക്കുന്നു, അതിന്റെ വാലിഡിറ്റി മറ്റു കാര്യങ്ങളൊക്കെ ഇവാലുവേറ്റ് ചെയ്ത് നോക്കും. നോക്കിയതിനു ശേഷം അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആർ ഫുൾഫിൽഡ്. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ വിധേയമായി എല്ലാ കാര്യങ്ങളും നോക്കിയാണ്. അങ്ങനെയാണെങ്കിൽ ഇൻഷുറർ ഹാവ് ടു അപ്രൂവ് ദ ക്ലെയിം. അവരെന്ത് ചെയ്യുന്നു? നമ്മുടെ ക്ലെയിം അപ്രൂവ് ചെയ്ത് തരുന്നു. When the company, insurance company approves the benefits which is stated in the claim. ക്ലെയിമിൽ പറഞ്ഞിരിക്കുന്ന ആ ബെനിഫിറ്റുകളൊക്കെ അല്ലെങ്കിൽ ആ പോളിസി ഡോക്യുമെന്റിൽ പറഞ്ഞിരിക്കുന്ന ബെനിഫിറ്റുകളൊക്കെ ഷുഡ് ബി പ്രൊവൈഡഡ്. ഇൻഷുറൻസ് കമ്പനി തീർച്ചയായിട്ടും അതിന്റെ ബെനിഫിഷ്യറിക്ക് പ്രൊവൈഡ് ചെയ്യണം. അങ്ങനെ എമൗണ്ടുകൾ പേ ഔട്ട് ചെയ്യുക. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന എമൗണ്ട് ആയിട്ട് ഇൻഷുറൻസ് കമ്പനി പേ ഔട്ട് ചെയ്യുന്നു. ലൈഫ് ഇൻഷുറൻസിലൊക്കെ മൊത്തത്തിലുള്ള പൈസയായിട്ടാണ് പേ ഔട്ട് ചെയ്യുന്നത്. പേ ഔട്ട് എന്ന് പറയുന്നത് സം ഓഫ് മണി ഗിവൺ ടു ദ പോളിസി ഹോൾഡർ. ക്ലെയിം റിക്വസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ അതിന്റെ പൈസ തുകയായിട്ട് കൊടുക്കുന്നതായാണ് എന്തിന്? അത് ലൈഫ് ഇൻഷുറൻസിനാണ് അങ്ങനെ കൊടുക്കുന്നത്. അതിനെയാണ് നമ്മൾ പേ ഔട്ട് എന്ന് വിളിക്കുക. ഇനി അതിനുശേഷം ഈ പറയുന്ന എമൗണ്ട് ഇത് ഇൻഷുറൻസ് കമ്പനി ഒന്നില്ലെങ്കിൽ ലംസം എമൗണ്ട് ആയിട്ട് ഒറ്റ തുകയായിട്ട് കൊടുക്കും, അല്ലെങ്കിൽ റെഗുലർ പേയ്മെന്റ് ഒരു ഇൻസ്റ്റാൾമെന്റ് ബേസിസ് പോലെ അക്കോർഡിംഗ് ടു ദ ടേംസ് ഓഫ് ദ
പോളിസിയുടെ ടേംസ് അനുസരിച്ച് അത് ഗഡുക്കളായിട്ടോ ഒക്കെ ആയിരിക്കും ചിലപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ പറയുന്ന ഇൻഷുറൻസിന്, അതായത് നമ്മൾ ഇൻഷുറൻസിന്റെ ക്ലെയിം സെറ്റിൽ ചെയ്യാനായിട്ട് ഇറ്റ് മേ ടേക്ക് ലെസ് ടൈം ആൻഡ് ഓൾസോ മോർ ടൈം. ചിലപ്പോൾ കുറച്ച് കൂടുതൽ സമയം എടുക്കാം, ചിലപ്പോൾ വളരെ പെട്ടെന്ന് ഇൻഷുറൻസിന്റെ ക്ലെയിം ഈ പറയുന്ന ബെനിഫിഷ്യറിയിലേക്ക് എത്താം. അതെന്തുകൊണ്ടാണ്? അത് അങ്ങനെ ഡിഫർ ചെയ്തുകൊണ്ടിരിക്കും, എന്ന് വെച്ചാൽ വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. എല്ലാ ഇൻഷുറൻസ് ക്ലെയിമുകളും പെട്ടെന്ന് തന്നെ അതിന്റെ ക്ലെയിം ഇൻഷുററിന്റെ കയ്യിലേക്ക് എത്തിക്കുന്നില്ല. അതിന്റെ ഡോക്യുമെന്റ്സും അതിലെ ടേംസ് ആൻഡ് കണ്ടീഷൻസും നമ്മുടെ ഫയൽ ചെയ്തിരിക്കുന്ന ക്ലെയിമും എല്ലാം തന്നെ ഓക്കെ ആണെങ്കിൽ, അതെല്ലാം ഓർഡർ ആയിട്ടാണ് നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നതെങ്കിൽ ഇറ്റ് വിൽ ബി സെറ്റിൽഡ് ഇൻ ഫ്യൂ ഡേയ്സ്. വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് ആ ക്ലെയിമുകളൊക്കെ സെറ്റിൽ ചെയ്യാൻ പറ്റും ഇൻഷുറർക്ക്. ഓക്കെ, അല്ലെങ്കിലാണ് കുറച്ച് സമയം എടുക്കേണ്ടി വരാം. സോ ഇനി ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ ഓൾ ദീസ് ക്ലെയിംസ് ഹാവ് ടു ബി സെറ്റിൽഡ് ബൈ ദ ഇൻഷുറർ. അത് അവരുടെ എഫിഷ്യൻസിയെ വർദ്ധിപ്പിക്കും, അല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനിയുടെ കാര്യക്ഷമത, ക്വാളിറ്റി ഓഫ് സർവീസസ് ഒക്കെ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് ആസ് സൂൺ ആസ് പോസിബിൾ ഇവര് എല്ലാ ക്ലെയിംസും സെറ്റിൽ ചെയ്യാനായിട്ട് നോക്കും. അത് കസ്റ്റമേഴ്സിന്റെ ഇടയിൽ ഒരു ട്രസ്റ്റ് വർത്തിനെസ്സിന് റീസൺ ആവുകയും ചെയ്യും. ഓക്കെ, ഇനി അതുകൂടാതെ നമ്മൾ ഇതുപോലുള്ള ക്ലെയിംസ് നടത്തുന്ന സമയത്ത് നമുക്ക് ഇൻഷുറൻസിൽ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് തന്നെ, when we are purchasing the insurance നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത്, ബൈ ചെയ്യുന്ന സമയത്ത് തന്നെ all the things relating or details relating to our health or lifestyle should be disclosed to the insurer properly. തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിക്കുന്ന ഹെൽത്ത് ഇഷ്യൂസോ അല്ലെങ്കിൽ ഹെൽത്ത് പ്രോബ്ലംസോ മറ്റു കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ആരിലേക്ക് എത്തിയിരിക്കണം, ഇൻഷുററിനോട് പറഞ്ഞു കൊടുക്കണം. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മറച്ചു വെച്ചിട്ടൊക്കെ വരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ലാസ്റ്റ് ക്ലെയിമിന് വേണ്ടി ചെല്ലുമ്പോഴോ എന്തായിരിക്കും ഭയങ്കര ഡിസ്റ്റർബൻസ്, അല്ലെങ്കിൽ ഈ പറയുന്ന ക്ലെയിമിന്റെ കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻസിന് വിരുദ്ധമായിട്ടൊക്കെ വരിക. അങ്ങനെ വരുമ്പോൾ അത് ഒരുപാട് സമയം എടുക്കും. അപ്പൊ എപ്പോ വേണമെങ്കിലും അങ്ങനെ എന്തെങ്കിലും കൺസീൽ ചെയ്തിട്ട് നമ്മൾ മറച്ചു വെച്ചിട്ട് ഈ പോളിസിയൊക്കെ ക്ലെയിം ചെയ്താൽ ഇൻഷുറൻസ് ക്യാൻ ക്യാൻസൽ ദ പോളിസി എപ്പോ വേണമെങ്കിലും, അല്ലെങ്കിൽ ക്ലെയിം എപ്പോ വേണമെങ്കിലും റിജക്ട് ചെയ്യാനുള്ള അധികാരവും ഇൻഷുറർക്ക് ഉണ്ട്. അല്ലെ, ഇതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞത്. ഒന്നുകൂടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഒന്നുകൂടി ക്ലിയർ ചെയ്യാന്നുള്ളതാണ്. ഇനി നമ്മൾ ഒരു ബജാജ് അലയൻസിന്റെ ഹെൽത്ത് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടിട്ട് എങ്ങനെയാണ് അതിന്റെ ക്ലെയിം പറയുന്ന ബെനിഫിഷ്യറിയുടെ കയ്യിലേക്ക് എത്തുന്നത് എന്നുള്ളതിന്റെ ഒരു ഫ്ലോ ചാർട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം അതിന്റെ പങ്കുവരെ നമ്മൾ പറഞ്ഞു നിർത്തിയിരുന്നു. അല്ലെ, എന്തൊക്കെയായിരുന്നു അത്? കസ്റ്റമർ ഫസ്റ്റ് ഓഫ് ഓൾ ദേ ഹാവ് ടു അപ്രോച്ച് ദ നെറ്റ്വർക്ക് ഓഫ് ഹോസ്പിറ്റൽ ഫോർ ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ്. ആദ്യം തന്നെ നമ്മുടെ കസ്റ്റമർ എന്ത് ചെയ്യുന്നു, ഏതെങ്കിലും ഒരു അസുഖമോ അല്ലെങ്കിൽ എന്തെങ്കിലും അപകടം ഉണ്ടാകുന്ന ഒരു പേഷ്യന്റ് ആയിട്ട് ഹോസ്പിറ്റലിൽ നമ്മൾ ചെല്ലുമ്പോൾ അവിടുത്തെ ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിന്റെ ഇൻഷുറൻസിന്റെ നെറ്റ്വർക്കുമായിട്ട് ബന്ധപ്പെടുന്നു. ആദ്യം തന്നെ അവർ ബന്ധപ്പെടുകയാണ് ചെയ്യാം. ഹോസ്പിറ്റലിനോട് പറയുന്നത് ഇങ്ങനെ ഇൻഷുറൻസ് ക്ലെയിം ഉള്ളതാണ്. അപ്പൊ തന്നെ ഹോസ്പിറ്റൽസ് എന്ത് ചെയ്യുന്നു, ഈ കസ്റ്റമറുടെ ഡീറ്റെയിൽസ് ഒക്കെ വെച്ചിട്ട് അതിന്റെ ഒരു ഓതന്റിക്കേഷന് വേണ്ടിയിട്ട്, അതിന്റെ ആ ഒരു കൃത്യമായ കാര്യങ്ങളൊക്കെയാണോ, ഇയാൾക്ക് ഈ ഒരു ക്ലെയിമിന് അവകാശപ്പെട്ട ആളാണോ എന്നൊക്കെ അറിയാൻ വേണ്ടി ഇതിന്റെ ഡീറ്റെയിൽസ് വേണ്ടി ഫാക്സ്ഡ്, അത് ഫാക്സ് ചെയ്യുന്നു. ആർക്ക് ഫാക്സ് ചെയ്യും? ബജാജ് അലയൻസിന്റെ ഹെൽത്ത് ഇൻഷുറൻസ് ക്ലെയിം പ്രോസസ് ആണ് നമ്മൾ പറയുന്നത്. അപ്പൊ അത് ആരിലേക്ക് എത്തിക്കുന്നു? ബജാജ് അലയൻസിലേക്ക് എത്തിക്കുന്നു. ബജാജ് അലയൻസ് വെരിഫൈസ് ദിസ് ഫാക്സ്. ഈ പറയുന്ന ഫാക്സിൽ പറഞ്ഞിരിക്കുന്ന ഡീറ്റെയിൽസ് എല്ലാം തന്നെ അവര് അത് വെരിഫൈ ചെയ്ത് നോക്കുന്നു. And also they send the response to the hospital in return. അതായത് തിരിച്ച് അവർ ഇതിന്റെ ഒരു റെസ്പോൺസ് ഹോസ്പിറ്റലിലേക്ക് അറിയിക്കും. ഈ റെസ്പോൺസുകൾ either 3 രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്രൂവൽ എന്ന് പറയുന്ന ഒരു കാര്യമാകാം, റെസ്പോണ്ട് ചെയ്യുന്ന രീതി അപ്രൂവ് കൊടുത്തിട്ട് ആകാം, അല്ലെങ്കിൽ ഡിനയൽ ആകാം, അതുപോലെ തന്നെ ക്വറി, അല്ലെ, അന്വേഷിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ എന്ന രീതിയിലാകാം. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു റെസ്പോൺസ് ആയിരിക്കും ഈ പറയുന്ന ഹെൽത്ത് ഇൻഷുറൻസ് പ്രോസസ്സ് നടത്തുന്ന ബജാജ് അലയൻസ് ചെയ്യാം. ഇതെല്ലാം കൂടി വരില്ല, ഏതെങ്കിലും ആണ്. അപ്രൂവൽ ആണെങ്കിൽ അപ്രൂവൽ ലെറ്റർ എന്ത് ചെയ്യുന്നു, ഹോസ്പിറ്റലിലേക്ക് ബജാജ് അലയൻസ് സെറ്റ് ചെയ്യുന്നു. ആൻഡ് അങ്ങനെ സെറ്റ് ചെയ്തിട്ട് തങ്ങളിലേക്ക് അത് സെറ്റ് ചെയ്യാനായിട്ട് പോസ്റ്റ് ഓഫീസ് ത്രൂ ഒന്നും അല്ല കേട്ടോ, പിന്നെ തിരിച്ച് അങ്ങോട്ട് തന്നെ ഓൺലൈൻ തന്നെ അപ്പൊ തന്നെ അതിന്റെ അപ്രൂവൽ പ്രൊവൈഡ് ചെയ്യും. അപ്പൊ തന്നെ അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ ഹോസ്പിറ്റൽ അഡ്മിറ്റ് പേഷ്യന്റ് ഫോർ ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ്, ക്യാഷ്ലെസ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കാൻ വേണ്ടി പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്യുന്നു. അപ്പൊ അവരുടെ കയ്യിൽ നിന്ന് ഒരു ഡെപ്പോസിറ്റ് ഒന്നും സ്വീകരിക്കാതെ തന്നെ അവരെ അഡ്മിറ്റ് ചെയ്യും. ആൻഡ് ഓൾസോ ദേ പ്രൊവൈഡ്സ് ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ്. അപ്പൊ തന്നെ അവർക്ക് വേണ്ട ട്രീറ്റ്മെന്റ് കൊടുക്കുന്നു, അതിന് കാശൊന്നും ഇവരിൽ നിന്ന് ഈടാക്കുന്നില്ല. ഇനി ഈ പറയുന്ന ഇൻഷുറൻസ് ബജാജ് അലയൻസുകാർ ഓൾസോ പേ നോൺ മെഡിക്കൽ എക്സ്പെൻസസ്, അതായത് നോൺ മെഡിക്കൽ എക്സ്പെൻസസ് ആയിട്ടുള്ള കാര്യങ്ങളും അതും ഒക്കെ ഇവര് പേ ചെയ്യുന്നു. ബിഫോർ ഡിസ്ചാർജിങ് ഫ്രം ദ ഹോസ്പിറ്റൽ, ബെനിഫിഷ്യറിനെ ഹോസ്പിറ്റലിൽ നിന്നും എന്താ പറയാ ഡിസ്ചാർജ് ചെയ്യുന്നതിന് മുമ്പ് എന്തൊക്കെ അതുമായി ബന്ധപ്പെട്ടിട്ട് പേയ്മെന്റുകളൊക്കെ എന്തൊക്കെ വന്നിട്ടുണ്ടോ,
അതായത് നോൺ മെഡിക്കൽ എക്സ്പെൻസുകൾ, മറ്റ് ബന്ധപ്പെട്ട ചെലവുകൾ എന്തൊക്കെയുണ്ടോ ഇതെല്ലാം മീറ്റ് ചെയ്ത് എന്ത് ചെയ്യുന്നു, ഡിസ്ചാർജ് ചെയ്യുന്നതിന് മുമ്പ് ഇൻഷുറൻസ് കമ്പനി അവരെ സെറ്റിൽ ചെയ്യുന്നു. അതാണ് അപ്രൂവൽ ആണ് എങ്കിൽ, അതായത് ആ പേഷ്യന്റിന്റെ എല്ലാ ഡോക്യുമെന്റുകളും അവർ ഫയൽ ചെയ്തിരിക്കുന്ന രീതി, ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണ് എങ്കിൽ മാത്രമാണ് അപ്രൂവൽ കൊടുക്കുക ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് ആ ഒരു പേഷ്യന്റിന്റെ കസ്റ്റമറിന് കിട്ടുന്നത്. ആൻഡ് ഇഫ് ഇറ്റ് ഈസ് ഡിനയൽ, ഡിനയൽ എന്ന് പറഞ്ഞാൽ എന്താ, റിജക്ഷൻ ആണ്. അതായത് അവര് ഡിനൈ ചെയ്തിരിക്കുന്നു, ഇങ്ങനൊരു ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് ഇപ്പൊ കൊടുക്കാൻ പറ്റില്ല എന്നുള്ളത് ഡിനൈ ചെയ്താണെങ്കിൽ എന്ത് ചെയ്യുന്നു, ഡിനയൽ ലെറ്റർ ആയിരിക്കും ബജാജ് അലയൻസുകാര് ആർക്ക് സെൻഡ് ചെയ്യുക, ഹോസ്പിറ്റലിലേക്ക് സെൻഡ് ചെയ്യുക. അതായത് അവരതൊക്കെ വെരിഫൈ ചെയ്ത് നോക്കി അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കും, അതുകൊണ്ടാണ് അങ്ങനെ ഡിനയൽ വന്നേക്കുന്നത്. അപ്പൊ ഡിനയൽ ലെറ്റർ ആണ്, ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ വരട്ടെ എന്ന് പറഞ്ഞിട്ട് അവർ ഡിനയൽ ലെറ്റർ ബജാജ് അലയൻസ് ഹോസ്പിറ്റലിലേക്ക് സെൻഡ് ചെയ്യുന്നു. അപ്പൊ ഹോസ്പിറ്റലുകാര് പിന്നീട് ചെയ്യുന്നത് എന്താ, അഡ്മിറ്റ് ദ പേഷ്യന്റ് ഫോർ ക്യാഷ് പേഷ്യന്റ് ആയിട്ട് അവരെ എന്ത് ചെയ്യുന്നു, അഡ്മിറ്റ് ചെയ്യുന്നു. അതായത് ക്യാഷ് കൊടുക്കേണ്ട വ്യക്തിയാണ്, ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് കിട്ടില്ല, ഡിനൈ ചെയ്തിരിക്കുകയാണ് ഇൻഷുറൻസ് കമ്പനി, അതുകൊണ്ട് ക്യാഷ് കൊടുക്കേണ്ട ഒരു വ്യക്തിയായിട്ട് ആളെ അഡ്മിറ്റ് ചെയ്യുകയും ആൻഡ് ഓൾസോ ദ പേഷ്യന്റ് ഹാസ് ടു പേ ദ ബിൽ. അതിന്റെ ബില്ലുകളൊക്കെ ആരടയ്ക്കണം, നമ്മുടെ പേഷ്യന്റ് അല്ലെങ്കിൽ അതിന്റെ ബന്ധപ്പെട്ട ആൾക്കാര്. ആ ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് ഒന്നും കിട്ടില്ല, ക്യാഷ് പേയ്മെന്റ് ഹോസ്പിറ്റലിലേക്ക് അവരുടെ പേഴ്സണൽ എന്താ പറയാ പോക്കറ്റിൽ നിന്നും അടച്ചു തരണം. ആൻഡ് വീണ്ടും പിന്നീട് ഈ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ, എന്തുകൊണ്ട് അതങ്ങനെ ഡിലേ ആയി പോയി എന്നുള്ളതൊക്കെ മനസ്സിലാക്കി വേണമെങ്കിൽ റീഎംബേഴ്സ്മെന്റിന് വേണ്ടിയിട്ട് അവർക്ക് ക്ലെയിം ചെയ്യാം. വീണ്ടും രണ്ടാമത് എന്താ പറയാ അതിന്റെ ഡോക്യുമെന്റിൽ മറ്റൊക്കെ അത് റീഇംബേഴ്സ്മെന്റ് ആണ്. അതായത് വീണ്ടും നമുക്ക് ആദ്യം ഡിലേ ആയിപ്പോയി, അതിന്റെ ബാക്കി കാര്യങ്ങളിലേക്ക് പ്രൊസീജിയേഴ്സിലേക്ക് പോയി, അല്ലെങ്കിൽ അതിന്റെ ബാക്കി ഡോക്യുമെന്റുകൾ ഏതാണോ ക്ലിയർ ചെയ്യാതെ എന്തുകൊണ്ടാണ് അത് ഡിലേ ആയി പോയത്, അതിന്റെ റീസൺസ് ഒക്കെ മനസ്സിലാക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, റീഇംബേഴ്സ്മെന്റിന് വേണ്ടി വീണ്ടും ചോദിക്കുന്നത്, ആ ബില്ലിലെ എമൗണ്ട് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, എന്തായാലും ഇൻഷുറൻസ് ക്ലെയിം ഉള്ള ആൾക്കാരായിരിക്കുമല്ലോ എന്ത് ചെയ്യുന്നത്, ക്ലെയിം ചെയ്യുന്നത്. ഇൻഷുറൻസിന്റെ ഭാഗമായ ആളുകൾ മാത്രമേ എന്തായാലും ക്ലെയിം ചെയ്യുള്ളൂ. ഏതെങ്കിലും പേപ്പേഴ്സോ ഡോക്യുമെന്റുകളോ എന്തെങ്കിലും ചിലപ്പോൾ പ്രൂഫ് ആയിട്ട് എവിഡൻസ് ആയിട്ടൊക്കെ ചിലപ്പോൾ പ്രൊവൈഡ് ചെയ്യാത്തത് കൊണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒക്കെ റീസൺസ് കൊണ്ടായിരിക്കാം എന്ത് ചെയ്ത് വന്നത്, ഡിനയൽ ലെറ്റർ സെൻഡ് ചെയ്യേണ്ടി വന്നത് ബജാജ് അലയൻസിന്. അത് പിന്നീട് നമുക്ക് എന്ത് ചെയ്യാം, റീഇംബേഴ്സ്മെന്റിന് നമുക്കൊരു ചാൻസ് ഉണ്ട്. ഓക്കെ, ആൻഡ് ഇനി മറ്റൊരു ലെക്ചർ നമ്മുടെ ബജാജ് അലയൻസ് സെൻഡ് ചെയ്യുന്നത് എന്താണ്, ക്വറി ആണ്. എന്ന് വെച്ചാൽ അവർക്ക് കുറെ കാര്യങ്ങൾ അന്വേഷിക്കാനുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്യുന്നു, ക്വറി ലെറ്റർ ആണ് വിൽ ബി സെൻഡ് ബൈ ദ ബജാജ് അലയൻസ്. ക്വറി ലെറ്റർ ഹോസ്പിറ്റലിലേക്ക് സെൻഡ് ചെയ്യുന്നു. ഹോസ്പിറ്റലില് അതിന് മറുപടി ആയിട്ട് എന്തൊക്കെ ക്വരീസ് ആണോ ഇവർ ചോദിച്ചേക്കണേ, അതായത് ഹോസ്പിറ്റൽസിനോട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടായിരിക്കും ഈ എന്താ പറയാ ക്വറി ലെറ്റർ അവർക്ക് സമർപ്പിക്കുന്നത്. അപ്പൊ ആ ക്വറീസിൽ എന്തൊക്കെയാണോ പറഞ്ഞിരിക്കുന്നത് അതിനൊക്കെ ഹോസ്പിറ്റല് റിപ്ലൈ ആയിട്ട് ഫാക്സ് ചെയ്ത് എന്ത് ചെയ്യുന്നു, ഡോക്ടേഴ്സിനോടൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ മറുപടി ആയിട്ട് അതിന് അതൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, ആ ഒരു മറുപടി ആയിട്ട് എന്ത് ചെയ്യും, അയക്കും. ഈ മറുപടി വീണ്ടും അവരിലേക്ക് എത്തും. അതാണ് ആരോഗ്യമാർക്ക് അങ്ങോട്ട് പോയിരിക്കുന്ന ബജാജ് അലയൻസിലേക്ക്. അവർ വീണ്ടും ഈ മറുപടിയും മറ്റു കാര്യങ്ങളുമായിട്ട് എന്ത് ചെയ്യുന്നു, വീണ്ടും ഇവാലുവേറ്റ് ചെയ്ത് വീണ്ടും ഹോസ്പിറ്റലിന് റെസ്പോൺസ് ചെയ്യും. അപ്പൊ ചിലപ്പോ രണ്ടാമത് അന്വേഷണമൊക്കെ കഴിഞ്ഞ് വന്ന് ഇനിയിപ്പോ വീണ്ടും ചിലപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, അപ്രൂവൽ ആയിരിക്കാം. അപ്പൊ അപ്രൂവൽ കൊടുക്കുന്നു, അല്ലെങ്കിൽ എന്ത് ചെയ്യും, ചിലപ്പോൾ ഡിനയൽ ആയിരിക്കാം. ഓക്കെ, അപ്പൊ ക്വറീസിന് മറുപടികളൊക്കെ പറയേണ്ടത് ഹോസ്പിറ്റൽസ് ആണ്. അവര് അതിന്റെ എല്ലാ കാര്യങ്ങളും എന്തൊക്കെയാണോ പറഞ്ഞിരിക്കുന്നത് അതിനൊക്കെ മറുപടികളായിട്ടൊക്കെ അയച്ച് തിരിച്ച് അങ്ങോട്ടേക്ക് വീണ്ടും ലെറ്ററുകളൊക്കെ അയച്ച് ചെയ്യുമ്പോൾ വീണ്ടും അവര് അത് നോക്കുന്നു, നോക്കുന്നു, വെരിഫൈ ചെയ്ത് നോക്കുന്നു, അപ്രൂവൽ ആണെങ്കിൽ വീണ്ടും അപ്രൂവൽ ചെയ്യുന്നു. അപ്പൊ ഈ 3 രീതിയിൽ ബജാജ് അലയൻസ് അതിന്റെ ക്ലെയിമിന് വേണ്ടിയിട്ടുള്ള കസ്റ്റമേഴ്സിന് അപ്രൂവൽ പറയുന്നുണ്ട്, സോറി അതിന് റെസ്പോൺസ് കൊടുക്കുന്നുണ്ട്. ഒന്ന് അപ്രൂവൽ ആണ്, ഒന്ന് ഡിനയൽ ആണ്, ഒന്ന് ക്വറി ആണ്. മനസ്സിലായോ? അപ്പൊ എപ്പോഴാണ് അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് ചെയ്യുക, ഡിനയൽ ആണെങ്കിൽ എന്താ ചെയ്യുക, ക്വറി ആണെങ്കിൽ എന്താ ചെയ്യുക എന്നുള്ളതൊക്കെ ഫ്ലോ ചാർട്ടിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. നിങ്ങളൊന്ന് നന്നായിട്ട് പഠിച്ചു വെക്കണം ഈ ഒരു ചാർട്ട്. ഹെൽത്ത് ഇൻഷുറൻസ് ബജാജ് അലയൻസിന്റെ ഒരു ഹെൽത്ത് ക്ലെയിം സെറ്റിൽ ചെയ്യുന്ന രീതിയാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഓരോ ഇൻഷുറൻസ് പദ്ധതികൾക്കും അല്ലെങ്കിൽ ഓരോ ഇൻഷുറൻസ് കമ്പനികൾക്കും അവരുടേതായ രീതിയിൽ ക്ലെയിംസ് സെറ്റിൽ ചെയ്യാനുള്ള റൈറ്റ്സ് ഉണ്ട്, അവകാശമുണ്ട്. എല്ലാം ഒരുപോലെയല്ല, എല്ലാത്തിനും അതിൻ്റെതായ രീതിയിലുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആണ് ഉള്ളത്. ക്ലിയറായോ? മനസ്സിലായോ? And the last part of the chapter, നമ്മുടെ ചാപ്റ്ററിന്റെ അവസാനത്തെ ഭാഗമാണ് ഹോസ്പിറ്റലിലെ ഇൻഷുറൻസ് എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ മാനേജർ. ഇൻഷുറൻസുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ അതിന്റെ മാനേജർ, എക്സിക്യൂട്ടീവ് എല്ലാം ആയിരിക്കാം അല്ലെങ്കിൽ മാനേജർ ആയിരിക്കാം. ഇവരുടെ എന്താ പറയാ അവരുടെ റെസ്പോൺസിബിലിറ്റീസ്, ഇവർ എന്തൊക്കെയാണ് ഹോസ്പിറ്റലിന്റെ ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ജസ്റ്റ് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക എന്തൊക്കെയായിരിക്കും ഇവർക്ക് ചെയ്യേണ്ടി വരാം, ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഇവര് ചെയ്യുന്നത് ഹോസ്പിറ്റൽസിൽ. അതാണ് കൊടുത്തിരിക്കുന്നത് ഹോസ്പിറ്റൽ
ഹൈഫൻ ഇട്ടിട്ടുണ്ട് ഇൻഷുറൻസ് എക്സിക്യൂട്ടീവ് ഓർ മാനേജർ. അവരുടെ റെസ്പോൺസിബിലിറ്റീസ് ആണ് താഴെ കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ റോൾസ് എന്തൊക്കെയാന്ന് നോക്കിയേ. റെസ്പോൺസിബിൾ ഫോർ സൂപ്പർവൈസിംഗ് ദ ഇൻഷുറൻസ് ഓപ്പറേഷൻ ആൻഡ് ഡിസൈനിങ്, ഇംപ്ലിമെന്റിംഗ് ആൻഡ് ഓൾസോ ട്രെയിനിങ് ദ ഹോസ്പിറ്റൽ സ്റ്റാഫ് ഓൺ ഇൻഷുറൻസ് പ്രോട്ടോകോൾസ്. ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നിയമങ്ങളും കാര്യങ്ങളും അതിന്റെ ടേംസും ഒക്കെ എന്ത് ചെയ്യുക, സൂപ്പർവൈസ് ചെയ്യണം, ഡിസൈൻ ചെയ്യണം, അത് ഇംപ്ലിമെന്റ് ചെയ്യണം, നടപ്പിലാക്കണം. മാത്രമല്ല അതിന് ആ ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ അവിടുത്തെ സ്റ്റാഫിനെ പ്രാപ്തരാക്കുകയും വേണം. അതിന് വേണ്ടിയിട്ട് അവർക്ക് ട്രെയിനിങ് കൊടുക്കണം. എല്ലാവർക്കും ഇൻഷുറൻസിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും അറിഞ്ഞൊന്നും വരില്ല. അപ്പൊ കസ്റ്റമേഴ്സ് വന്നിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അപ്പൊ ഇവർക്ക് എന്തെങ്കിലുമൊക്കെ മറുപടി കൊടുക്കണ്ടേ. അപ്പൊ അതിന് വേണ്ടിയിട്ട് സ്റ്റാഫിനെ കൂടി അവരെന്ത് ചെയ്യണം, ഒരുക്കണം. അവർക്ക് വേണ്ടിയിട്ട് അതിന് പ്രത്യേകം ട്രെയിനിങ് കൊടുക്കാൻ നമ്മുടെ ഇൻഷുറൻസ് എക്സിക്യൂട്ടീവ് ഓർ ഇൻഷുറൻസ് മാനേജർക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അപ്പൊ ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും അതെല്ലാം തന്നെ ഡിസൈൻ ചെയ്യുക, അത് നടപ്പിലാക്കുക, അതിന്റെ കോർഡിനേഷൻസ് ഒക്കെ ചെയ്യുക. കൂടാതെ ഹോസ്പിറ്റൽസിന്റെ സ്റ്റാഫിനെ ഇൻഷുറൻസിനെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ട്രെയിൻ ചെയ്തു കൊടുക്കുക. ഇതാണ് ഇവരുടെ ഒന്നാമത്തെ റെസ്പോൺസിബിലിറ്റി. അടുത്തത് എന്താ, സൂപ്പർവൈസ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് മെഡിക്കൽ സർവീസസ് ഓഫ് ഇൻഷുറൻസ് ആൻഡ് കോർപ്പറേറ്റ് പേഷ്യൻസ് ആൻഡ് കസ്റ്റമേഴ്സ് ഓഫ് ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിന്റെ മെഡിക്കൽ സർവീസസ് ഒക്കെ, അതായത് ഇങ്ങനെ എന്താ പറയാ ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റിന് വരുന്ന പേഷ്യൻസിനൊക്കെ കൃത്യമായ രീതിയിൽ ഇൻഷുറൻസ് ഉള്ള ആൾക്കാരാണ്. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ നോക്കിയാൽ മതി. കാരണം ഇൻഷുറൻസ് ഇവരല്ലല്ലോ കാശ് തന്നെ, ഇൻഷുറൻസ് കമ്പനി അല്ലേ കാശ് തന്നെ. അതുകൊണ്ട് ഇത്രയൊക്കെ ശ്രദ്ധിച്ചാൽ മതി, അങ്ങനെയൊന്നും പാടില്ല അല്ലെ. അപ്പൊ ഇവരുടെ ഒരു ഉത്തരവാദിത്തമാണ് അവിടെയുള്ള മെഡിക്കൽ സർവീസസ് ഒക്കെ ഇവർക്ക് നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ടെന്ന് അവർ അഡ്മിനിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കണം, മാനേജ് ചെയ്തുകൊണ്ടിരിക്കണം. മാത്രമല്ല പേഷ്യൻസിനെ കോപ്പറേറ്റ് ചെയ്യുന്ന കാര്യത്തില്, കസ്റ്റമേഴ്സിന് നല്ല രീതിയിലുള്ള സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന കാര്യത്തില് ഇതിലൊക്കെ ഇവര് സൂപ്പർവിഷൻ നടത്തിയിരിക്കണം. നല്ല രീതിയിലുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുന്നുണ്ടോ അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് നോക്കണം, സൂപ്പർവിഷൻ നടത്തണം. അത് ഈ ആളുടെ, അതായത് ഇൻഷുറൻസ് എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ മാനേജറുടെ ഡ്യൂട്ടിയാണ്, റെസ്പോൺസിബിലിറ്റി ആണ്. പിന്നെന്താ, ഇൻഷുറൻസ് ക്ലെയിമുകളൊക്കെ പ്രോസസ് ചെയ്യാം. അതായത് നമ്മൾ പറഞ്ഞിട്ടുള്ള നേരത്തെ ഇൻഷുറൻസ് ക്ലെയിംസ് ഒക്കെ നമ്മൾ TPAയുടെ അടുത്ത് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെ അടുത്ത് പോയിട്ട് നമ്മുടെ ക്ലെയിമുകളൊക്കെ സെറ്റിൽ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ അതൊക്കെ കൃത്യമായ രീതിയിൽ ചെയ്ത് കൊടുക്കപ്പെടുന്നുണ്ടോ എന്ന് ആര് ചെക്ക് ചെയ്യണം, നമ്മുടെ ഇൻഷുറൻസ് എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ മാനേജർ. അപ്പൊ ക്ലെയിമുകളൊക്കെ പ്രോസസ് ചെയ്യുന്ന കാര്യത്തില് ഈ പുള്ളിക്കാരന്റെ ഒരു ശ്രദ്ധ ആവശ്യമുണ്ട്. പ്രോസസിംഗ് ഓഫ് പേഷ്യന്റ് ഇൻഷുറൻസ് ക്ലെയിം, ഓക്കെ, അത് അവരുടെ റെസ്പോൺസിബിലിറ്റി ആണ്. പിന്നെന്താ, ഇഫക്റ്റീവ് കൊളാബറേഷൻ വിത്ത് ഇൻഷുറൻസ് കമ്പനീസ്. ഇവർക്ക് ഇൻഷുറൻസ് കമ്പനിയുമായിട്ട് ഒരു കൊളാബറേഷൻ, ഒരു കോപ്പറേഷൻ ആവശ്യമുണ്ട്. കാരണം ഇൻഷുറൻസ് കമ്പനിയാണ് ഈ കിടക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആയിരിക്കുന്ന പേഷ്യന്റിന് വേണ്ടിയിട്ടുള്ള ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റിന്റെ ക്യാഷ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ ഇൻഷുറൻസ് കമ്പനിയുമായിട്ട് ഒരു അഭേദ്യമായ ഒരു ബന്ധം ഈ പറയുന്ന എക്സിക്യൂട്ടീവ് മാനേജർക്ക്, എക്സിക്യൂട്ടീവിന് ഉണ്ടായിരിക്കണം ഹോസ്പിറ്റലിൽ. ഓക്കെ, അപ്പൊ ഇഫക്റ്റീവ് കൊളാബറേഷൻ വിത്ത് ഇൻഷുറൻസ് കമ്പനീസ്. ദെൻ അടുത്ത എന്താ, ടു മാക്സിമൈസ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. പേഷ്യൻസിന് പരമാവധി സംതൃപ്തി നേടിക്കൊടുക്കുക. പരമാവധി സംതൃപ്തി എന്ന് വെച്ചാൽ ആരും തന്നെ എന്താ പറയാ, അയ്യോ ഞങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള സർവീസ് ഒന്നും ഇവിടെ കിട്ടിയില്ല, ആളുകളൊക്കെ എന്താ പറയാ ഭയങ്കര എന്താ പറയാ ഡള്ളായിട്ട്, അല്ലെങ്കിൽ പേഷ്യൻസിന് വലിയ തൃപ്തിയൊന്നുമില്ലാതെ ഹോസ്പിറ്റലിൽ വിട്ടു പോകുക, ട്രീറ്റ്മെന്റിന്റെ കാര്യത്തിലായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സർവീസസ് അവർ പ്രൊവൈഡ് ചെയ്യുന്ന കാര്യത്തിലായിക്കോട്ടെ, അവർക്ക് എന്തെങ്കിലും അസംതൃപ്തി വരാതെ ശ്രദ്ധിക്കുക. അപ്പൊ അതിനു വേണ്ടിയിട്ട് പേഷ്യന്റിന് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത്, അത് കൊടുക്കപ്പെടുന്നുണ്ടോന്ന് ചെക്ക് ചെയ്യേണ്ടത് അല്ലെങ്കിൽ സൂപ്പർവൈസ് ചെയ്യേണ്ടത് എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ മാനേജർ ആണ്. ടു എൻഹാൻസ് ദ ഇമേജ് ഓഫ് ദ ഹോസ്പിറ്റൽ. നല്ല രീതിയിലുള്ള സേവനങ്ങൾ പ്രൊവൈഡ് ചെയ്ത് പേഷ്യൻസിന് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ നേടിക്കൊടുത്താൽ മാത്രം എന്തുണ്ടാകും, ഹോസ്പിറ്റലിന്റെ ഇമേജ് വർദ്ധിക്കും. അപ്പൊ ഹോസ്പിറ്റലിന്റെ ഇമേജ് വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കോർഡിനേറ്റ് ചെയ്യേണ്ടതും നമ്മുടെ ഇൻഷുറൻസിന്റെ എക്സിക്യൂട്ടീവിന്റെ അല്ലെങ്കിൽ മാനേജറുടെ ഡ്യൂട്ടിയാണ്. കാരണം പേഷ്യൻസ് ഏതെങ്കിലും തരത്തില് കംപ്ലൈന്റുകൾ അല്ലെങ്കിൽ അവരുടെ അസംതൃപ്തി പ്രകടിപ്പിച്ചാല് എന്ത് പറ്റും, അത് ഹോസ്പിറ്റലിന്റെ ഇമേജിനെ ബാധിക്കും, ഹോസ്പിറ്റലിന്റെ ഗുഡ് വില്ലിനെ ബാധിക്കും. അത് ബാധിക്കാൻ പാടില്ല. അതിനെ ബാധിക്കാതെ ശ്രദ്ധിക്കേണ്ടത് ഇതാണ്. Then to review insurance claims to ensure accuracy according to agreement. ഇൻഷുറൻസിന്റെ എഗ്രിമെന്റുകൾക്ക് അനുസൃതമായിട്ട് എന്ത് ചെയ്യുക, ആക്യുറസി ഉറപ്പുവരുത്തുക. ആക്യുറസി എന്ന് പറഞ്ഞാൽ എന്താ, കൃത്യത. ഇൻഷുറൻസ് സംബന്ധമായിട്ടുള്ള ക്ലെയിമുകളുടെ കൃത്യത ഉറപ്പുവരുത്താൻ ഉള്ള കാര്യങ്ങൾ റിവ്യൂ ചെയ്യണം. എന്ന് വെച്ചാൽ കൃത്യമായ രീതിയിലുള്ള ക്ലെയിമുകളൊക്കെ സെറ്റിൽ ചെയ്ത് ആളുകളിലേക്ക് എത്തിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്താനുള്ള കാര്യങ്ങൾ പുള്ളി റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കണം.
ഓരോ ഇൻഷുറൻസ് ക്ലെയിമുകൾ ഏതൊക്കെ പേഷ്യൻസിന് ഇൻഷുറൻസ് ഉണ്ടായിരുന്നു, അതിന്റെ ക്ലെയിമുകളൊക്കെ ഏത് രീതിയിൽ സെറ്റിൽ ചെയ്തു എഗ്രിമെന്റ് പ്രകാരം. അതായത് ഇൻഷുറൻസിന്റെ ഒരു എഗ്രിമെന്റ് ആണല്ലോ, ഇൻഷുറൻസ് എടുക്കുന്നത് ഒരു എഗ്രിമെന്റ് ആണ്. ആരൊക്കെ തമ്മിൽ, പോളിസി ഹോൾഡറും ഇൻഷുററും തമ്മിലുള്ള ഒരു എഗ്രിമെന്റ് ആണ്. ആ എഗ്രിമെന്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം കൃത്യമാണോ, അക്യുറേറ്റ് ആണോ എന്ന് ഉറപ്പുവരുത്തേണ്ടത് ഇവരാണ്. And also they have to report the critical issues to the management. എന്തെങ്കിലും ക്രിട്ടിക്കൽ ആയിട്ടുള്ള വിമർശനാത്മകമായിട്ടുള്ള ചില പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് കൃത്യമായി മാനേജ്മെന്റിലേക്ക് എത്തിക്കുക. The patient, they are not satisfied. അവര് പേഷ്യന്റ് അല്ലെങ്കിൽ അവരുടെ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അവർക്ക് കിട്ടിയ ട്രീറ്റ്മെന്റിൽ അവര് സംതൃപ്തരല്ല. അങ്ങനെ എന്തെങ്കിലും ക്രിട്ടിക്കൽ ഇഷ്യൂസ് ഒക്കെ ഫേസ് ചെയ്യുമ്പോൾ അത്തരം കാര്യങ്ങൾ ആരിലേക്ക് എത്തിക്കണം? അവർക്ക് തന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ മാനേജ്മെന്റിലേക്ക് ഈ ഒരു കാര്യം പോകണം, ഈ ഒരു റിപ്പോർട്ട്. കാരണം അവർ മാനേജ്മെന്റിലേക്ക് എത്തിയാലാണ് മാനേജ്മെന്റിന് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെ? നമ്മളൊരു ഏത് ഓർഗനൈസേഷനിലായാലും അവിടെയുള്ള പ്രശ്നങ്ങൾ നമ്മൾ സ്വന്തമായിട്ട് അല്ല ഒതുക്കി തീർക്കുക, അല്ലെ? ഇറ്റ് ഷുഡ് ബി നോട്ട് ടു ദ മാനേജ്മെന്റ്. തീർച്ചയായിട്ടും അത് ആരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരേണ്ടി വരും? മാനേജ്മെന്റിന്റെ. അപ്പൊ ഇവിടെയും അതുപോലെ തന്നെ പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷനെ സംബന്ധിക്കുന്ന കാര്യങ്ങളാകാം, പേഷ്യന്റിന് എന്തെങ്കിലും തരത്തിലുള്ള കംപ്ലൈന്റുകളാകാം ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാനേജ്മെന്റിൽ എത്തിക്കുക. ടു സബ്മിറ്റ് മന്ത്ലി റിപ്പോർട്ട്സ്. ഇൻഷുറൻസ് സംബന്ധമായിട്ടുള്ള ക്ലെയിമുകളൊക്കെ സെറ്റിൽ ചെയ്ത് കഴിയുമ്പോൾ അതിനെ സംബന്ധിക്കുന്ന ചില കാര്യങ്ങൾ, ചില റിപ്പോർട്ടുകൾ ഉണ്ടാവുമല്ലോ. എല്ലാത്തിനും റിപ്പോർട്ടുണ്ട്. ഓരോ ദിവസവും ഇപ്പൊ ഹോസ്പിറ്റൽസിൽ വർക്ക് ചെയ്യുന്ന നഴ്സസ് ആയിക്കോട്ടെ, ആൾക്കാർ ആരെങ്കിലും ഒക്കെ ഓരോരുത്തരും അവരവരുടേതായ റിപ്പോർട്ടുകൾ അത് എഴുതി തയ്യാറാക്കിയിട്ട് വെക്കും, ഇന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തത്. അപ്പൊ അതുപോലെ മന്ത്ലി ആയിട്ടുള്ള ഈ റിപ്പോർട്ടുകളൊക്കെ എഴുതി വെച്ചിട്ട് അത് മന്ത്ലി റിപ്പോർട്ടായിട്ട് എവിടെയാണോ സമർപ്പിക്കേണ്ടത് അത് കൃത്യമായിട്ട് അത് കൊണ്ടുവരണം. കാരണം ആ റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ടാവും. ആ മനസ്സിലാക്കിയവയിൽ നിന്ന് നമുക്ക് എന്ത് ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരാൻ പറ്റും എന്ന് നമുക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ മന്ത്ലി റിപ്പോർട്ടുകൾ ഇപ്പൊ ഏത് ഓർഗനൈസേഷനിലും ഇപ്പൊ അങ്ങനെയുണ്ട്, മന്ത്ലി റിപ്പോർട്ട് സമർപ്പിക്കാൻ പറയും. എന്തിനാണ്? എവിടെയെങ്കിലൊക്കെ പോരായ്മകളുണ്ടോ, എവിടെയെങ്കിലൊക്കെ എന്താ പറയാ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ, അല്ലെങ്കിൽ ക്രിട്ടിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ, വിമർശനാത്മകമായിട്ട് ഏതെങ്കിലും ഭാഗങ്ങളിൽ ആളുകൾക്ക്, വർക്കേഴ്സിന്, എംപ്ലോയീസിനൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതി കൂട്ടി വെച്ചിട്ടുണ്ടാവും. അത് മന്ത്ലി ആയിട്ട് അത് സബ്മിറ്റ് ചെയ്യുമ്പോൾ അതിൽ കൂടെ അവർക്ക് വാലുവേറ്റ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ അത്തരം പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ, അവോയ്ഡ് ചെയ്യാനുള്ള സ്റ്റെപ്സ് എടുക്കാൻ പറ്റും. അപ്പൊ അതിനുവേണ്ടി മന്ത്ലി റിപ്പോർട്ട്സ് സബ്മിറ്റ് ചെയ്യണം. ടു അറ്റൻഡ് ആൻഡ് ഓർഗനൈസ് ദ ഇൻഷുറൻസ് പ്രസന്റേഷൻ ഇന്റേണലി ആൻഡ് എക്സ്റ്റേണലി. ഇനി ഏതെങ്കിലും ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില സ്ഥലങ്ങളിലൊക്കെ അകത്തായിക്കോട്ടെ അല്ലെങ്കിൽ പുറത്തായിക്കോട്ടെ, അതായത് ഹോസ്പിറ്റലിന്റെ അകത്ത് നടത്തുന്ന ചില ഇൻഷുറൻസ് പ്രസന്റേഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലും അല്ലെങ്കിൽ ഇൻഷുറൻസിന് വേണ്ടിയിട്ട് പുറത്തൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോകേണ്ടി വരികയാണെങ്കിലും അതിനകത്തൊക്കെ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യാൻ ഈ പുള്ളിക്കാരൻ അല്ലെങ്കിൽ ഇൻഷുറൻസ് എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ മാനേജർ തയ്യാറാകണം. മനസ്സിലായോ? And also they have to conduct departmental meetings weekly. ഇൻഷുറൻസ് ഡിപ്പാർട്ട്മെന്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ആഴ്ചയിലോ അല്ലെങ്കിൽ എങ്ങനെയൊക്കെയോ തീരുമാനിച്ചിരിക്കുന്നത് പോലെ അതിന്റെ വീക്കിലി മീറ്റിംഗ്സ് കണ്ടക്ട് ചെയ്യണം. ആഴ്ചയിൽ ഒരിക്കലും എല്ലാവരും ചേർന്ന് അതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും പരസ്പരം ഷെയർ ചെയ്യാനൊക്കെ ഒരു മീറ്റിംഗ്സ് കണ്ടക്ട് ചെയ്യുന്നതും നല്ലതാണ്. ടു മോണിറ്റർ ഇൻഷുറൻസ് ഡിസ്കൗണ്ട്സ് ആൻഡ് റിജക്ഷൻസ്. ഇൻഷുറൻസിന്റെ ഡിസ്കൗണ്ടുകൾ അതുപോലെ തന്നെ അതിന്റെ റിജക്ഷൻസ്, ഏതെങ്കിലും ഇൻഷുറൻസ് ഒക്കെ റിജക്ട് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ എന്താണ് കാരണം, അത് മോണിറ്റർ ചെയ്യണം. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഇൻഷുറൻസിൽ അത്രയും എമൗണ്ട് എന്തുകൊണ്ട് കുറഞ്ഞു പോയി, അല്ലെങ്കിൽ ആൾക്ക് എന്തുകൊണ്ട് അത്രയും എമൗണ്ട് കിട്ടിയില്ല, അങ്ങനെയുള്ള കാര്യങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ക്ലെയിം റിജക്ട് ചെയ്തു പോയി, ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ ഇവര് അതെന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് ഇതൊക്കെ ഇടയ്ക്ക് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുക. And also they have to make sure that insurance schemes are up to date to the system. സിസ്റ്റമില്, അതായത് നമ്മുടെ എല്ലാം ഇന്ന് IT പ്രകാരം കമ്പ്യൂട്ടേഴ്സ് ആയാണ് നമ്മൾ ഇതെല്ലാം സേവ് ചെയ്ത് വെക്കുന്നത്. അതെല്ലാം അപ് ടു ഡേറ്റ് ആണ്, അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. എല്ലാം കംപ്ലീറ്റ്ലി നമ്മളെല്ലാം റെക്കോർഡ് ചെയ്തിരിക്കണം. എല്ലാ ക്ലെയിമുകൾ സെറ്റിൽ ചെയ്തതായിക്കോട്ടെ, ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്തതായിക്കോട്ടെ, അതെല്ലാം ഇൻഷുറൻസ് സ്കീമുകളെല്ലാം തന്നെ അപ്ഡേറ്റ് ആണ് എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതും ഇവരുടെ ഡ്യൂട്ടിയാണ്. To provide required train to staff under supervision. ഈ ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ അവിടെയുള്ള സ്റ്റാഫിന് എന്തെങ്കിലും ട്രെയിനിങ് ഒക്കെ പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ അത് എന്താ പറയാ നേരവണ്ണം നോക്കി അതിന്റെ ട്രെയിനിങ് കൊടുക്കുക. ട്രെയിനിങ് കൊടുക്കുന്നതോടൊപ്പം തന്നെ അതിനെ സൂപ്പർവൈസ് ചെയ്യുകയും വേണം. എല്ലാവരും കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊക്കെ സൂപ്പർവൈസ് ചെയ്യേണ്ടതും ഈ പറയുന്ന എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ മാനേജറാണ്. Assume new responsibilities as and when needed. ഇനി ആവശ്യം വേണമെങ്കിൽ, ആവശ്യമുള്ള സാഹചര്യങ്ങളിൽ എപ്പോഴെങ്കിലൊക്കെ ചില പുതിയ റെസ്പോൺസിബിലിറ്റീസ് തങ്ങളിലേക്ക് വരികയാണെങ്കിൽ അത് ഏറ്റെടുക്കാൻ സമയാസമയങ്ങളിൽ ചിലപ്പോ ഏതെങ്കിലും ഒരു കാലത്ത് നമ്മൾ എക്സിക്യൂട്ടീവ് മാനേജറായി
മാറിയതാണ്. അന്ന് തുടങ്ങി ഇതേ കാര്യം തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനേക്കാൾ പുതിയ പുതിയ കാര്യങ്ങൾ വരുമ്പോൾ അതിന്റെ റെസ്പോൺസിബിലിറ്റി കൂടി ഏറ്റെടുക്കാനായിട്ട് ഈ എന്താ പറയാ ഇൻഷുറൻസ് മാനേജർ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് തയ്യാറാകണം. അത് ആണ് പറഞ്ഞിരിക്കുന്ന ലാസ്റ്റത്തെ പോയിന്റ്. അസ്യൂം ന്യൂ റെസ്പോൺസിബിലിറ്റി. തനിക്ക് തന്നെ എന്ത് പുതിയ പുതിയ റെസ്പോൺസിബിലിറ്റീസ് ആണ്. മാക്സിമം പേഷ്യൻസിന് സാറ്റിസ്ഫാക്ഷൻ കൊടുക്കുക എന്നുള്ളതാണ് ഇൻഷുറൻസിന് ക്ലെയിമുകളൊക്കെ സെറ്റിൽ ചെയ്യുന്നത്. അങ്ങനെയൊക്കെ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് കറക്റ്റ് ആയിട്ട് കോർഡിനേറ്റ് ചെയ്ത് ചെയ്യുമ്പോൾ മാത്രമാണ് എന്ത് പറ്റുള്ളൂ, ഹോസ്പിറ്റലിന്റെ ഇമേജ് ഒക്കെ നിലനിർത്താൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇൻഷുറൻസ് ഒക്കെ ഉണ്ടായി പക്ഷെ അവിടെ ചെന്നിട്ട് ആകെ കുളവും ഒരു ഇൻഷുറൻസ് ക്ലെയിംസും മര്യാദയ്ക്ക് അല്ലെങ്കിൽ നല്ല രീതിയിൽ സെറ്റിൽ ചെയ്യപ്പെടുന്നില്ല, ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് പിന്നെയും അതിന്റെ പിന്നാലെ കുത്തിക്കെട്ടി നടന്ന ലാസ്റ്റ് ആണ് എന്ത് ചെയ്യുന്നത് ഇൻഷുറൻസിന്റെ ക്ലെയിം ഒക്കെ കിട്ടിയത്. അങ്ങനെയൊക്കെ വരാതിരിക്കണം അല്ലെ. അത് ഏറ്റവും ഷോർട്ട് ടൈമിനുള്ളിൽ വളരെ ടൈം ഡ്യൂറേഷൻ ഒക്കെ കുറച്ച് ലെസ് എക്സ്പെൻസീവ് ആകുന്ന രീതിയിൽ പേഷ്യൻസിന് കംപ്ലീറ്റ് സാറ്റിസ്ഫാക്ഷൻ എൻഷുർ ചെയ്യേണ്ടത് ഓവറോൾ ഒരു ഇൻഷുറൻസ് എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ മാനേജറിന്റെ ഡ്യൂട്ടിയാണ്. ക്ലിയർ ആയോ? റെസ്പോൺസിബിലിറ്റീസ് മനസ്സിലായോ? എന്തെങ്കിലും സംശയമുണ്ടോ? ഒന്ന് വായിച്ചു നോക്കിയേ വേഗം എല്ലാം. വായിച്ചു നോക്കിയോ? വായിച്ചു നോക്കിയില്ലേ? ഓക്കെ, നമ്മളുടെ എന്താ പറയാ മെഡിക്കൽ ഇൻഷുറൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തു. നിങ്ങൾക്കറിയാം ഇനിയിപ്പോ ഏതെങ്കിലും നമുക്ക് ചാപ്റ്റേഴ്സ് ഒക്കെ തീർന്നിരിക്കുകയാണ്. പിന്നെ ടീച്ചേഴ്സ് എടുത്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്റേഴ്സ് ഒക്കെ തന്നെയല്ലേ ഉള്ളൂ ഇനി തീർക്കാനായിട്ട് അല്ലേ? എല്ലാ ചാപ്റ്ററുകളും എടുത്ത് തീർന്നോ എന്നാണ് എന്റെ ചോദ്യം. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞുകൊണ്ടാണ്. ചാപ്റ്ററുകൾ ഏതെങ്കിലും മിസ്സായിട്ടുണ്ടോ എന്നൊക്കെ ഒരെണ്ണം എടുക്കാറുണ്ട്. അത് മെഡിക്കൽ എക്യുപ്മെന്റ് അല്ലേടാ? മെഡിക്കൽ എക്യുപ്മെന്റ് അല്ലേ? അതെ അതെ, അതിപ്പോ സോളിഡ് ഫീസ് ടീച്ചറിന്റെ കുറച്ച് എങ്ങാണ്ടുള്ളൂ എന്ന് തോന്നുന്നത്. ഇപ്പൊ എടുത്തോണ്ടിരിക്കുന്ന ചാപ്റ്റർ തീർന്നു കഴിയുമ്പോൾ ടീച്ചർ അത് എടുക്കുമായിരിക്കും എന്തായാലും. നെക്സ്റ്റ് 16th ചാപ്റ്ററോ? 16 ചാപ്റ്റർ മനസ്സിലായില്ല എനിക്ക്, ഒന്ന് പറയാമോ? മെഡിക്കൽ ഇൻഷുറൻസ് എക്സ്ട്രാ നോട്ട് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ അതില്ല കേട്ടോ, അതില്ല. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കില് മീൻസ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഒരു സാധനമില്ലേ, ഒരു മൊഡ്യൂൾ വൈസ് ക്ലാസിഫൈ ചെയ്ത് തന്നിട്ടില്ലേ? 1, 2, 3, 4 തന്നിട്ടുണ്ടോ? അതിനകത്ത് ഒരു മെഡിക്കൽ ഇൻഷുറൻസ് എക്സ്ട്രാ നോട്ട് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ടോ അവിടെ എവിടെയെങ്കിലും? ഇല്ലാലോ. സോ അതില്ല. അതുകൊണ്ട് ഞാൻ തരാം. ഞാൻ വിചാരിച്ചു എക്സ്ട്രാ നോട്ട് എന്നോട് തരാൻ പറഞ്ഞതാണെന്നാ വിചാരിച്ചു. അത് ഇതാണ് 16 കണ്ടേ. അങ്ങനെ ഒരു ചാപ്റ്റർ ഇല്ല കേട്ടോ. അതിന്റെ തുടർച്ചയൊന്നും ഇല്ല, അതില്ല. അത് എക്സ്ട്രാ നോട്ട് അവിടെ അത് ബൈ മിസ്റ്റേക്ക് ഏതോ ഒരു എടുത്ത് ഉണ്ടാക്കി എഴുതിയ സ്വന്തമായിട്ട് ഉണ്ടാക്കി എഴുതി ഒരു നോട്ട് ചെയ്ത് ടീച്ചർ നേരത്തെ അവിടെ അപ്ലോഡ് ചെയ്ത് വെച്ചിരുന്നത്. അങ്ങനെ ഒരു ചാപ്റ്റർ ഇല്ല. നിങ്ങൾക്ക് തന്നിരിക്കുന്ന മൊഡ്യൂള് നോക്ക്, അതിനകത്തുള്ള ചാപ്റ്ററുകളൊക്കെ എടുത്തിട്ടുണ്ടോ നോക്കിയാൽ മതി. മൊഡ്യൂളിനകത്ത് തേർഡ് മൊഡ്യൂളിൽ എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട്? 13 അല്ലെ? തേർഡ് മൊഡ്യൂളിൽ 13. 4th മൊഡ്യൂളിൽ എത്ര ഉണ്ട്?
11 11. അങ്ങനെ മൊത്തം 24 ചാപ്റ്റർ ആണ് നമുക്കുള്ള കേട്ടോ ഈ അടുത്ത മൊഡ്യൂൾ എക്സാംസിൽ. തേർഡ് ആൻഡ് ഫോർത്ത് മൊഡ്യൂളിന്റെ എക്സാമുകൾ നടക്കുമ്പോൾ 24 ചാപ്റ്റേഴ്സ് ആണ്, 13+11 കേട്ടോ. 24 ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് പരീക്ഷയ്ക്കുള്ളത്. അങ്ങനെ വരുമ്പോ അതിനകത്ത് അവിടെ ഒരു എക്സ്ട്രാ നോട്ട് എന്ന് പറയുന്ന ചോദ്യം ഇല്ല, അല്ല അങ്ങനെ ഒരു ചാപ്റ്റർ ഇല്ല. ചോദ്യം അഭിലാഷ് എന്താ പറഞ്ഞേ? ഓക്കെ, എന്തായാലും നമ്മുടെ ചാപ്റ്റർ തീർന്നു. മെഡിക്കൽ ഇൻഷുറൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ തീർന്നു. ഇതിനകത്ത് നമ്മൾ കുറെ സാധനമൊക്കെ അണ്ടർലൈൻ ചെയ്ത് വെക്കാനൊക്കെ പറഞ്ഞിരുന്നു നിങ്ങളോട്, ഇല്ലേ? അണ്ടർലൈൻ ചെയ്ത് വെച്ചതിന്റെ ഒക്കെ ഒരു എന്താ പറയാ എന്തെങ്കിലും വിശേഷം ഉണ്ടോ എന്ന് ഞാനിപ്പോ നോക്കട്ടെ. ഞാൻ എടുത്തത് തേർഡ് ഫോർത്ത് മൊഡ്യൂളുകളിൽ നിന്ന് ഒരു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റും ഒരു മെഡിക്കൽ ഇൻഷുറൻസുമായിരുന്നു. റൈറ്റ്, ശരിയല്ലേ? അപ്പൊ ഞാനിപ്പോ കുറച്ച് ക്വസ്റ്റ്യൻസ് തരാം. വേഗം വേഗം ഉത്തരം ഒന്ന് എനിക്ക് തരും ഇങ്ങോട്ട്. ഒരു 5 വീതം ക്വസ്റ്റ്യൻ തരും. 5 ക്വസ്റ്റ്യൻ തരും, അതിന്റെ ആൻസർ നിങ്ങൾ തന്നെ പറഞ്ഞു തന്നെ എനിക്ക്. തരാന്ന് പറഞ്ഞിരുന്നില്ലേ? അതിന് പകരമാണ് നമ്മള് അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞത്. ക്വസ്റ്റ്യൻസ് തരാന്ന് പറഞ്ഞിരുന്നെങ്കിലും പക്ഷെ അത് കഴിഞ്ഞപ്പോ നമ്മള് എല്ലാം എന്താ പറയാ ഏത് ഭാഗത്താണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളുള്ളതെന്ന് പറഞ്ഞാൽ അത് നമ്മൾ അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞിരുന്നു നിങ്ങളോട്. നിങ്ങൾ ഇതൊക്കെ എത്രത്തോളം അണ്ടർലൈൻ ചെയ്ത് വെച്ചതൊക്കെ പഠിച്ചിരുന്നത് ഞാനൊന്ന് നോക്കട്ടെ. ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് തരാം, എഴുതാമോ? ചോദ്യം ഞാൻ തരും, ഉത്തരം നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം. നിങ്ങൾ ഉണ്ടാക്കിക്കോ. ഓക്കെ, യെസ്, എഴുതുക. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റും മെഡിക്കൽ ഇൻഷുറൻസും. വേഗം ഉണ്ടാ, ഞാൻ ക്വസ്റ്റ്യൻ തരും, എന്റെ സമയം തീരുന്നത് വരെ ഉള്ളത് കിട്ടുള്ളൂ. അത് കഴിഞ്ഞ് കഴിയുമ്പോ നമ്മള് എന്താ പറയാ ചിലപ്പോ അടുത്ത ആഴ്ച ക്ലാസ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ തീർന്നും, അല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലും തീർക്കാനുള്ളവർക്കുണ്ടെങ്കിൽ ചിലപ്പോൾ അത് കൊടുത്തും വരും. പിന്നെ നമ്മള് പിന്നെ ചിലപ്പോ കണ്ടുപോകും വരില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്. ഓക്കെ, എഴുതിക്കോ. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിൽ എടുക്കാം. ചോദ്യം മാത്രമേ ഞാൻ തരുള്ളൂ, നിങ്ങൾ ആൻസർ കണ്ടുപിടിച്ചോ. വിച്ച് ആർ ദ ഞാൻ മെഡിക്കൽ റെക്കോർഡ്സ് ആണ് എടുത്തത്. ഓ മൈ ഗോഡ്, സോറി, ഞാൻ എടുത്തുകൊണ്ട് വരാം. ഞാനിപ്പോ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എടുത്തതുപോലെ എനിക്ക് തോന്നിയ മെഡിക്കൽ റെക്കോർഡും മെഡിക്കൽ ഇൻഷുറൻസും അല്ലെ? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് അല്ല, സോറി. അപ്പൊ ചോദ്യം എഴുതിക്കോ. മെഡിക്കൽ റെക്കോർഡ്സിന്റെ അത് കഴിയുമ്പോൾ തരാം. മെഡിക്കൽ ഇൻഷുറൻസിലെ ചോദ്യം എഴുതിക്കോട്ടെ. ഡാഷ് ഈസ് എ person's request, person's PERSON', person's request for payment by an insurer of a loss occurred. Next one, another question. Dash is the company. Dash is the company that agrees to pay the compensation. Dash is the company that agrees to pay the compensation. Next one. Another question. Dash specific conditions or circumstances conditions or circumstances which are excluded in the policy, or not covered by the policy, not covered by the policy. Full stop. Dash is dash is specific condition or circumstance. Dash is the
specific condition or circumstance എന്നുണ്ട്. ഈസും തായും പറഞ്ഞില്ല എന്ന് തോന്നുന്നത്. Dash is the specific condition or circumstance. Is the ചേർത്തോ? Next one. അടുത്തത് Aviva life insurance. Aviva life insurance is an example for. Aviva life insurance is an example for dash. Aviva life insurance എന്ന് പറയുന്നത് എന്തിന് ഉദാഹരണമാണെന്നാണ് ചോദിക്കുന്നത്. Okay, next one. Claim made by one person against another person's company. Claim made by one person against another person's company is called dash. Another person's company is called dash. Claim made by one person against another person's company is called dash. ഒരു വ്യക്തി മറ്റൊരാളുടെ കമ്പനിയോട് നടത്തുന്ന ക്ലെയിം അതിനെന്ത് വിളിക്കുന്നു? Next one. Which of the following are the hospitalization expenses? Which of the following are the hospitalization expenses met by the insurer? Met, M-E-T, met by the insurer in inpatient hospitalization. I in where mette inpatient hospitalization is where ta kandinnu ornam in inpatient hospitalization. Which of the following I don't options say that nursing expenses. Option B, ICU charges. Option C, both A and B. Option D, A or B. A അല്ലെങ്കിൽ B. A or B. എനിക്ക് both ഇല്ല കേട്ടോ. Both A and B ആണ് C എന്ന് പറയുന്ന ഓപ്ഷൻ. A or B എന്ന് പറയുന്നത് നാലാമത്തെ D ഓപ്ഷൻ ആണ് കേട്ടോ. Next one. Dash yes, dash expenses are all cost all costs involved in patient care and medicines. Involved in patient care and medicines. After the patient is discharged. Next one. Dash is the health cover which gives dash is the health cover which gives
lump sum amount, lump sum, LUMP SUM, lump sum amount daily in case of hospitalization, daily in case of hospitalization, daily in case of hospitalization. Next one, expand IRDAI, expand IRDAI, expand IRDAI. Next one, അടുത്തത് which are the diseases not covered under waiting period, not covered under waiting period, which are the diseases not covered under waiting period in the following, in the following. പറയുന്നതിൽ ഏതൊക്കെയാണ് ഡിസീസസ് വെയിറ്റിംഗ് പീരീഡിൽ കവർ ചെയ്യാത്തത്? അതുകൊണ്ട് ഓപ്ഷൻ വേണം. ഓപ്ഷൻസ് ചെയ്ത എ കാറ്ററാക്ട്സ്, കാറ്ററാക്ട്സ്, അടുത്തത് ഡെന്റൽ ട്രീറ്റ്മെന്റ്സ്, ഡെന്റൽ ട്രീറ്റ്മെന്റ്സ്. Next one, congenital conditions. C option ആണ് congenital conditions. And the last one, all, എല്ലാം. Next question, which are the different types of health insurance? Which are the different types of health insurance? Health insurance എന്താ പറയാ, ഏതൊക്കെ രീതിയിലുള്ള ഹെൽത്ത് ഇൻഷുറൻസുകൾ ഉണ്ടെന്ന് ഇതിന്റെ പേരുകൾ മാത്രം എഴുതിയാൽ മതി. Next one, what are the benefits of social health insurance? Social health insurance. എന്തൊക്കെ ബെനിഫിറ്റ് സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസിന് ഉണ്ട്? Next one, ESI, Employee State Insurance. ESI is established in dash. ESI is established in dash. Next one, dash is an extension of dash is an extension of your current health or hospitalization policy. Dash is an extension of your current health or hospitalization policy. Next one, dash controls the ESI scheme.
ESI scheme. ESI scheme-നെ കൺട്രോൾ ചെയ്യുന്നത്. The employer's contribution, the employers, ഒരു apostrophe s ഇടണം, employer നെ ഇതിന്റെ ഒരു apostrophe s, employer's contribution in ESI is dash of the wage bill. Dash of the wage bill. Next one. Maternity benefit is provided at the rate of dash for a period of വീണ്ടും ഒരു ഡാഷ് ഏത് വേണമെങ്കിലും ആകാം ക്വസ്റ്റ്യൻ. ചിലപ്പോ ആദ്യത്തെ ഡാഷ് മാത്രമായിരിക്കാം, അല്ലെങ്കിൽ ബാക്കിയുള്ളതായിരിക്കാം. പീരീഡ് ഓഫ് ഡാഷ് ഇൻ കേസ് ഓഫ് പ്രഗ്നൻസി. Next one. CGHS is the health insurance. CGHS is the health insurance which provides coverage to dash. നമ്മളെല്ലാം മോക്ക് ടെസ്റ്റിലൊക്കെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ മോക്ക് ടെസ്റ്റ് ഒക്കെ നന്നായിട്ട് പഠിച്ചാൽ മതി. ശരിക്കും പറഞ്ഞാൽ മോക്ക് ടെസ്റ്റിൽ നിൽക്കുന്നതെല്ലാം ക്വസ്റ്റ്യൻ ഒക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയേക്കണേ. എത്ര ക്ലാസ്സുകൾ പോയിട്ടുണ്ട്, എത്ര ക്ലാസ് കൊണ്ടാ നമ്മൾ എടുത്തതെന്ന് വെച്ചാൽ അത്രയും മോക്ക് ടെസ്റ്റ് നിങ്ങളുടെ കയ്യിലേക്ക് എത്തിയിട്ടില്ലേ? ഇൻറ്റു 5 അത്രയും എന്താ പറയാ ക്വസ്റ്റ്യൻസ് 5 വീതം നമുക്ക് അത്രയും ദിവസം കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ. Hospital admits the patient without any deposit. Hospital admits the patient and without any deposits and provides cashless treatment. On receiving dash by Bajaj Allianz. Dash by Bajaj Allianz. Next one. A dash means sum of money, SUM ആണ് ട്ടോ. Sum of money given to a policy holder when a claim is accepted. Okay, എത്ര ക്വസ്റ്റ്യൻ എഴുതി നിങ്ങൾ? കറക്റ്റ് സമയത്ത് നിർത്തി. അപ്പൊ 20 ക്വസ്റ്റ്യൻ ആയിട്ട് വേഗം ഒന്ന് എന്റെ ആൻസർ ഒന്ന് വേഗം പറഞ്ഞ് ഓരോന്ന് 20 ക്വസ്റ്റ്യൻ ഞാൻ ഇപ്പൊ തന്നിട്ടുണ്ടായിരുന്നു. വേഗം പറയും. ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ ടൈപ്പ് ചെയ്തോ.
ആർക്കെങ്കിലും കിട്ടാത്തതുണ്ടെങ്കിൽ അവർക്ക് അത് മനസ്സിലാകുമല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് വേഗം വേഗം എഴുതുക, എഴുതിയിട്ട് അത് ടൈപ്പ് ചെയ്യാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ അതായിരുന്നോ? ആദ്യത്തെ ക്വസ്റ്റ്യൻ Dash is the company that agrees to pay the compensation. അതാണോ ക്വസ്റ്റ്യൻ ആദ്യത്തെ ക്വസ്റ്റ്യൻ? അല്ല, ഡാഷ് ഈസ് എ പേഴ്സൺസ് റിക്വസ്റ്റ് ഫോർ. അതെ, ഞാനപ്പോ എനിക്ക് എന്റെ ഓർമ്മക്കുറവാണെന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ ആദ്യത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞത് അതാ. Dash is a person's request for the payment of any loss occurred by the insurer. ഇൻഷുററിനോട് എന്തെങ്കിലും ലോസ് ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്ന ഒരു റിക്വസ്റ്റ്, ഞങ്ങളുടെ ആ ലോസിനെ കോമ്പൻസേറ്റ് ചെയ്താൽ തരാൻ പറഞ്ഞിട്ട് ഒരു റിക്വസ്റ്റ് വെക്കുന്നു. അതിനെ എന്ത് വിളിക്കും നമ്മൾ? എന്ത് വിളിക്കും? ഉത്തരവില്ല. ഫസ്റ്റ് വണ്ണിന്റെ ആൻസർ അതല്ലേ ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പൊ അതിന്റെ ആൻസർ എന്താ? ക്ലെയിം. അത് തന്നെ, ക്ലെയിം. ആ പേജിൽ അങ്ങനെ തന്നെ കിടക്കണ്ടല്ലോ, ഫസ്റ്റ് പേജില് ക്ലെയിം ആണ്. യെസ്. ഒന്നാമത്തെ ആൻസർ ക്ലെയിം. സെക്കൻഡ് ആൻസർ, രണ്ടാമത്തെ ആൻസർ രണ്ടാമത്തെയാണ് ഇൻഷുറർ, ഐ തിങ്ക് അല്ലേ? രണ്ടാമത്തെ ഇൻഷുറർ ആണ്. കോമ്പൻസേഷൻ തരാന്ന് പറയുന്ന കമ്പനിയെ വിളിക്കുന്ന പേര് ഇൻഷുറർ എന്നാണ്. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ ആൻസർ. മൂന്നാമത്തേത് യെസ്, എക്സ്ക്ലൂഷൻ ആണ്. സ്പെസിഫിക് ഡാഷ് ഈസ് എ സ്പെസിഫിക് കണ്ടീഷൻ ഓർ സർക്കംസ്റ്റാൻസ് അല്ലെ? അതായിരുന്നു ചോദ്യം. എക്സ്ക്ലൂഡഡ് ഓർ നോട്ട് കവേർഡ് ബൈ ദ പോളിസി. പോളിസിയിൽ എക്സ്ക്ലൂഡ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ പോളിസിയുടെ കവറേജിൽ വരാത്തത്, അതിന് നമ്മൾ എക്സ്ക്ലൂഷൻ എന്നാണ് വിളിക്കുക. നെക്സ്റ്റ് വൺ, അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഫേംസ് ഇൻ, അതെ, ഇൻഷുറൻസ് ഫേം ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഇൻഷുറൻസ് ഫേമിന് ഒരു ഉദാഹരണമാണ് അവൈവ ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. യെസ്. അടുത്തത് തേർഡ് പാർട്ടി. ഒരു ഇൻഷുറൻസ് കമ്പനിയോട് മറ്റൊരാളുടെ ഇൻഷുറൻസ് കമ്പനിയോട് ഒരാൾ നടത്തുന്ന എന്ത് ചെയ്യുന്നു ക്ലെയിമിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താ? TPA എന്നാണോ? TPA അല്ലല്ല. കണ്ടാ, TPAയും തേർഡ് പാർട്ടി ക്ലെയിമും തമ്മിൽ കൂട്ടിക്കുഴച്ചല്ലോ. TPA ആരാണ്? നമ്മുടെ ക്ലെയിമുകളൊക്കെ പ്രോസസ് ചെയ്ത് തരാൻ സഹായിക്കുന്ന ഇന്റർമീഡിയറി ആണ് TPA, തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ. ഇതല്ല, തേർഡ് പാർട്ടി ക്ലെയിം ആണ്. തേർഡ് പാർട്ടി ക്ലെയിം എന്ന് പറയുമ്പോ ഉദാഹരണമൊക്കെ ഞാൻ വളരെ നന്നായി പറഞ്ഞു തന്നാണല്ലോ. അപ്പൊ ഞാൻ വണ്ടി ഓടിച്ചു പോകുന്നു, എന്റെ വണ്ടി ഞാൻ കൊണ്ടുപോയി അവിടെ റോഡിന്റെ അരികത്ത് വെച്ചിരിക്കുന്ന പാർക്ക് ചെയ്തിരിക്കുന്ന ആരുടെയോ വണ്ടിമോ കൊണ്ടുപോയി ഇടിച്ചു, അത് മറിഞ്ഞു കുത്തി വീണു. അപ്പൊ എനിക്ക് എന്തെങ്കിലും പറ്റി, എന്റെ വണ്ടിക്ക് എന്തെങ്കിലും പറ്റി, കൂടാതെ അവിടെ ഇരുന്ന ആ വണ്ടിക്കും എന്തെങ്കിലും പറ്റി. അപ്പൊ അവര് ആ വണ്ടിയുടെ ഉടമസ്ഥൻ വന്നിട്ട് അവരുടെ വണ്ടിക്ക് വന്നിരിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾക്ക് മെയിൻ്റനൻസിനൊക്കെ വേണ്ടി നമ്മുടെ എന്റെ ഇൻഷുറൻസ് കമ്പനിയോട് ക്ലെയിം ചോദിക്കും. അപ്പൊ അവർക്കും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ്, വണ്ടികളും വാഹനങ്ങളും ഒക്കെ ഉള്ളവർക്കാണ് അത്തരം ഒരു തേർഡ് പാർട്ടി ക്ലെയിമിന്റെ ആവശ്യകത വരിക. ഓക്കെ, യെസ്, അത് തേർഡ് പാർട്ടി ക്ലെയിം ആണ്. നെക്സ്റ്റ് വൺ, അടുത്തത് ഓപ്ഷൻ സി. ഏതായിരുന്നു അത്? ബോത്ത് A and B എന്നുള്ള ഓപ്ഷൻ ആണ് അല്ലെ? അതെ, രണ്ടും ഉണ്ട്. അതായത് നഴ്സിംഗ് എക്സ്പെൻസസും ഉണ്ട്, അതുപോലെ തന്നെ ICU ചാർജസും ഉണ്ട്. രണ്ടും വന്നിട്ടുണ്ട്. അത് രണ്ടും നമ്മുടെ എന്താ പറയാ ഇൻപേഷ്യന്റ് ഹോസ്പിറ്റലൈസേഷനിലെ വരുന്ന എക്സ്പെൻസുകളാണ്. അടുത്തത് വേഗം പറഞ്ഞു. പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസ് ആണ്. യെസ്, കറക്റ്റ്. പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസ് ആണ് അടുത്തത്. നെക്സ്റ്റ് വൺ, ക്വസ്റ്റ്യൻ നമ്പർ നോക്കി പോകാട്ട. ഏതെങ്കിലും ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് പോസ്റ്റ് ഒക്കെ കൊണ്ട് എഴുതി വെക്കരുത്. പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ. നെക്സ്റ്റ് വൺ, അടുത്തത്
യെസ്, ഡേ ടു ഡേ ഹോസ്പിറ്റൽ ക്യാഷ് ആണ്. എന്ന് വെച്ചാൽ നമുക്ക് ഉണ്ടാകുന്ന ഏതെങ്കിലുമൊക്കെ എക്സ്പെൻസുകൾ, ഹോസ്പിറ്റലിൽ ഉണ്ടാകുന്ന എല്ലാ എക്സ്പെൻസും ഡെയിലി അത് എന്ത് ചെയ്യുന്നു, ക്യാഷ് ആയിട്ട് ലംസം എമൗണ്ട് ആയിട്ട് ഓരോ ദിവസത്തെയും ക്യാഷ് എന്ത് ചെയ്യുന്നു, പ്രൊവൈഡ് ചെയ്യുന്നു. ഹോസ്പിറ്റലൈസേഷനിൽ തന്നിരിക്കുന്ന ഡെയിലി എമൗണ്ടുകൾ പേ ചെയ്യുന്നു. അതിനെയാണ് ഡേ ടു ഡേ ക്യാഷ്, ഹോസ്പിറ്റൽ ക്യാഷ് എന്ന് വിളിക്കുക. നെക്സ്റ്റ് ആണ് IRDA. അതിനെ എക്സ്പാൻഡ് ചെയ്യാനല്ലേ എടുത്തത് അല്ലേ? യെസ്. അപ്പൊ അതിന്റെ ഫുൾ ഫോം അറിയാലോ അല്ലെ? ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ. അടുത്ത ക്വസ്റ്റ്യൻ. റെഗുലേറ്ററി എന്നാണ്. അതിന്റെ സ്പെല്ലിംഗ് നോക്കണേ. ഓൾ എല്ലാം വരും അല്ലെ? വെയിറ്റിംഗ് പീരീഡിൽ കവർ ചെയ്യാത്ത ഡിസീസസിന്റെ കുറച്ച് പേരുടെ പേര് പറഞ്ഞല്ലോ. കുറച്ചെണ്ണത്തിന്റെ പേര് പറഞ്ഞു. കാസ്ട്രാക്ട് പറഞ്ഞു, ഡെന്റൽ ട്രീറ്റ്മെന്റ് പറഞ്ഞു, കോൺജനിറ്റൽ കണ്ടീഷൻസ് പറഞ്ഞു. അതെല്ലാം തന്നെ വെയിറ്റിംഗ് പീരീഡിൽ കവർ ചെയ്യാത്ത ഡിസീസസ് ആണ്. ടൈപ്സ് ഓഫ് ഹെൽത്ത് ഇൻഷുറൻസുകളുടെ പേരുകൾ: ഹോസ്പിറ്റലൈസേഷൻ കവർ, ഹോസ്പിറ്റൽ ക്യാഷ് കവർ, ക്രിട്ടിക്കൽ ഇൽനെസ് കവർ, പേഴ്സണൽ ആക്സിഡന്റ് കവർ ആൻഡ് ടോപ്പ് അപ്പ് കവർ. അഞ്ചെണ്ണത്തിന്റെ പേരുകൾ എഴുതി വെക്കാം. ചിലപ്പോൾ ഇതിൽ പെടാത്തത് എന്നൊക്കെ പറഞ്ഞ് ചോദ്യത്തിന്റെ സ്ട്രക്ചർ വേണമെങ്കിൽ മാറി വരും. അതൊന്നും പറയാൻ പറ്റില്ല നമുക്ക്. ഓക്കെ, ഇനി അടുത്തത് ബെനിഫിറ്റ് ആണ്. ഹെൽത്ത് ഇൻഷുറൻസ് 1948 എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീം എന്നാണ് എസ്റ്റാബ്ലിഷ് ചെയ്തിരുന്നത്. 1948 പിന്നെ അതിന്റെ ബെനിഫിറ്റ് അല്ലേ SHIയുടെ? അടുത്ത ക്വസ്റ്റ്യൻ SHIയുടെ ബെനിഫിറ്റ് ആണോ അല്ലെങ്കിൽ ടോപ്പ് അപ്പ് കവറിന്റെ ഉത്തരമാണോ? ബെനിഫിറ്റ് ആണ്. ബെനിഫിറ്റ് എന്തൊക്കെയാ? ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത് ലോ കോസ്റ്റ്, അതൊരു ബെനിഫിറ്റ്. BPL ഫാമിലീസിനുള്ളത് അതൊരു ബെനിഫിറ്റ്. ഗ്യാരണ്ടീസ് കവറേജ് ടു പുവർ ഫാമിലീസ് അല്ലെങ്കിൽ പുവർ പീപ്പിൾ, അതൊരു ബെനിഫിറ്റ്. ട്രീറ്റ്മെന്റ് ബോത്ത് ഇൻ പ്രൈവറ്റ് ആൻഡ് ഗവൺമെന്റ് ഹോസ്പിറ്റൽസ്. അതൊക്കെ ഞാൻ ആ മെയിൻ വാക്കുകളും അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞു. ചിലപ്പോൾ അത് മാത്രമേ തരുള്ളൂ. SHIയുടെ ബെനിഫിറ്റുകളായിട്ട് വരുന്നത് ഏതാണെന്ന് പറഞ്ഞ് താഴെ ഇതൊക്കെ ചോദിക്കും. ഇത് നിങ്ങൾ നീട്ടി പിടിച്ചുള്ള സെന്റൻസ് ആയിട്ടൊന്നും ഉണ്ടാവില്ല. അപ്പൊ അതിന്റെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അതൊന്ന് പറഞ്ഞപ്പോ ആ അറ്റത്തുള്ള ആ ഒരു എടുത്തു പറഞ്ഞ ഭാഗം ഞാൻ ഒന്ന് നോട്ട് ചെയ്ത് അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞിരുന്നു നിങ്ങളോട്. അറ്റ് ലോ കോസ്റ്റ്, BPL ഫാമിലീസ്, ഗ്യാരണ്ടീസ് കവറേജ് ടു പുവർ പീപ്പിള്, പിന്നെ ട്രീറ്റ്മെന്റ് ഇൻ ബോത്ത് പ്രൈവറ്റ് ആൻഡ് ഗവൺമെന്റ് ഹോസ്പിറ്റൽസ്. അത്രയും മതി. പിന്നെ അടുത്ത ഏതാ പറഞ്ഞ? എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസിനെ കൺട്രോൾ ചെയ്യുന്ന അതിനെയല്ലേ? അതാണോ ചോദ്യം? അതെ, അല്ല 1948 അപ്പോഴായിരുന്നു ഉത്തരം. ഓക്കെ, പിന്നെ ESIനെ കൺട്രോൾ ചെയ്യുന്നത് ആരാന്ന്? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായില്ലേ? അതല്ലേ എക്സ്റ്റെൻഡഡ് ടോപ്പ് അപ്പ് കവറിന്റെ ആയിരുന്നു. ശരി, അത് എന്തായിരുന്നു ഉത്തരം വരുന്നത്? ടോപ്പ് അപ്പ് കവർ ആണ് കേട്ടോ. എക്സ്റ്റൻഷൻ ഓവർ അവർ കറന്റ് ഹെൽത്ത് ഓർ ഹോസ്പിറ്റലൈസേഷൻ പോളിസി. നിലവിലുള്ള ഹെൽത്ത് അല്ലെങ്കിൽ ഹോസ്പിറ്റലൈസേഷൻ പോളിസിയോടൊപ്പം നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കവറേജ്, അതിനെയാണ് നമ്മൾ ടോപ്പ് അപ്പ് കവർ എന്ന് വിളിക്കുക. അതാണ് അതിന്റെ ഉത്തരം കേട്ടോ. ടോപ്പ് അപ്പ് കവർ എന്നാണ് അതിന്റെ ആൻസർ. പിന്നെ ESI കൺട്രോൾ ചെയ്യുന്നത് ആരത്? എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ, ESIC അല്ലേ? എഴുതിയതല്ലേ? യെസ്. പിന്നെ എംപ്ലോയറുടെ കോൺട്രിബ്യൂഷനാ ചോദിച്ചത്. ESIയിലെ എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ എത്രയാ? എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ 3.25%, 3.25%. പിന്നെ പ്രഗ്നൻസിയില് കിട്ടുന്ന മെറ്റേണിറ്റി ബെനിഫിറ്റ് 2 ഡാഷ് പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയായിരുന്നു? ഒന്നാമത്തെ ഡാഷിൽ എന്ത് വരും? ഒന്നാമത്തെ ഡാഷില് ബാക്കിയിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇതൊക്കെ നമ്മൾ അടുത്ത സമയത്ത് പഠിച്ചതാ. ഒന്നാമത്തെ ഡാഷിൽ എന്ത് എഴുതണം? അറ്റ് ദ റേറ്റ് ഓഫ് ഒരു സാധനം പറയുന്നുണ്ട്. അറ്റ് ദ റേറ്റ് ഓഫ് 180 ഡേയ്സ് ഉണ്ട്. അത് രണ്ടാമത്തെ ഡാഷില് 150 ദിവസം. അറ്റ് ദ റേറ്റ് ഓഫ് എന്ത് കിട്ടും? ഫുൾ വേജസ്. യെസ്, വെരി ഗുഡ്. അത് തന്നെ, ഫുൾ വേജസ് 150 ദിവസം കിട്ടും. അതാണ് മെറ്റേണിറ്റിയിൽ വരുന്നത് കേട്ടാ.
ബാക്കിയുള്ളത് നിങ്ങൾ എഴുതി വെക്കുക. ഓക്കെ, സി യു.